വിജയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ്. വിജയ് എല്ലാവരെയും കാണുന്നുണ്ട്, ആശ്ലേഷിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മുടെ രാഹുൽ ഗാന്ധിയെ മാത്രം മൂപ്പര് അവോയ്ഡ് ചെയ്തു. ഇത് കനത്ത ചതിയല്ലേ സർ? അല്ല, അതിൽ വലിയൊരു അത്ഭുതമൊന്നും ഞാൻ കാണുന്നില്ല. കാരണം 107 അംഗങ്ങളുള്ള ഈ വിജയുടെ രാഷ്ട്രീയ പാർട്ടി, അതായത് തമിഴക വെട്രി കക്ഷി, അതിൽ അവർക്ക് 5 സീറ്റുകളാണ് കോൺഗ്രസിൻ്റേതായിട്ടുള്ളൂ. ഈ 107ൻ്റെ കൂടെ 5 കൂടി കൂട്ടിയ 112. 5 സീറ്റ് മൈനർ പാർട്ട്ണർ അതുപോലും അല്ല. ഡബിൾ ഡിജിറ്റിൽ പോലും എത്താൻ പറ്റിയിട്ടില്ല കോൺഗ്രസ്സിന്. അപ്പോൾ അത്രയ്ക്കേ കോൺഗ്രസ്സിന് വിലയുള്ളൂ അവിടെ. പിന്നെ അത് മാത്രമല്ല, കോൺഗ്രസ് ചേർന്നില്ലായിരുന്നെങ്കിൽ വിജയിന് ഇത് സാധ്യമാകുമായിരുന്നില്ല. ഇല്ല, അങ്ങനെ നമുക്ക് പറയാൻ പറ്റൂല കേട്ടോ. കാരണം ഇപ്പോൾ ADMK സപ്പോർട്ട് ഡിക്ലെയർ ചെയ്ത് തന്നെ എന്ത് പറ്റി? ഈ വിജയ് കാണിച്ച മണ്ടത്തരം, കോൺഗ്രസിനെ പോയി കണ്ടു, കോൺഗ്രസിൻ്റെ സപ്പോർട്ട് അപേക്ഷിച്ചു, അവർ കൊടുത്തു. അവരാണെങ്കിൽ എന്തെങ്കിലും എവിടെയെങ്കിലും ഒരു അധികാരം, ഒരു പഞ്ചായത്ത് പ്രസിഡൻറ്റെങ്കിലും ആവാൻ പറ്റുമോ എന്നുള്ള നോക്കി നടക്കുകയായിരുന്നു അവർ. അപ്പോഴാണ് ഇയാൾ വന്ന് ചോദിച്ചത്, കൊടുത്തു. അപ്പം മന്ത്രിസഭയിൽ അവരുണ്ടാവും, കോൺഗ്രസിൻ്റെ ആൾക്കാരുണ്ടാവും. 67 തോറ്റതാ കോൺഗ്രസ് തമിഴ്നാട്ടിൽ. പിന്നെ ഇന്നവരെ അധികാരത്തിൻ്റെ കോറിഡോറിലേക്കൊന്നും അവരെ അടുപ്പിച്ചിട്ടില്ല DMK-കാരും AIADMK-കാരും. അപ്പോൾ ഇതൊരു നല്ലൊരു തുരുത്തായിട്ട് കിട്ടി, അങ്ങനെ നീന്തി ചെന്നാണ് അവിടേക്ക്. സർ, രാഹുൽ ഗാന്ധിയെ സഹോദരൻ എന്നൊക്കെ വിശേഷിപ്പിച്ചു. പക്ഷേ ഇമാതിരി ചെയ്ത് ചെയ്യാമായിരുന്നു. അതിലും വലിയ ചെയ്തല്ലേ കോൺഗ്രസ്സുകാർ DMK-യോട് ചെയ്തത്. കാര്യം രണ്ടും കള്ളന്മാരാണ്. DMK-കാരും കള്ളന്മാരാണ്, കോൺഗ്രസും കള്ളന്മാരാണ്. കോൺഗ്രസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഇറ്റാലിയൻ നാഷണൽ കോൺഗ്രസ് എന്നോ അല്ലെങ്കിൽ ഇസ്ലാമിക് നാഷണൽ കോൺഗ്രസ് എന്നൊക്കെ വിളിക്കാം. DMK എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ്രാവിഡ മുന്നേറ്റ കുടുംബ പാർട്ടിയാണ്. രണ്ടും കുടുംബ പാർട്ടിയാണ്, കോൺഗ്രസും അത് തന്നെ. അതെ, ഒരു മര്യാദയ്ക്കല്ലേ. കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 5 സീറ്റ് കിട്ടിയത് DMK-യുടെ വോട്ട് കൊണ്ടാണ്. അവിടെ കോൺഗ്രസ്സിന് വോട്ടൊന്നുമില്ല. അതൊക്കെ തെളിയിച്ചു കൊടുത്തതാണ്. 2014 ലോക്സഭാ ഇലക്ഷനിൽ കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിച്ച് 39 മണ്ഡലങ്ങളിലും ഞങ്ങൾ ജയിക്കും എല്ലായിടത്തും, നോക്കിക്കോ നിങ്ങളെ ഞങ്ങളൊരു പാഠം പഠിപ്പിക്കും എന്ന് പറഞ്ഞിട്ടാണ് DMK-കാർക്കെതിരായിട്ട് അവർ നിന്ന് മത്സരിച്ച് 39 മണ്ഡലങ്ങളിലും കൂടി അവർക്ക് കിട്ടിയത് 4% വോട്ടാണ്. ഈ 4% വോട്ടെന്ന് പറഞ്ഞാൽ പോട്ടെ, അതിനും സഹിക്കാൻ പറ്റാത്തൊരു കാര്യമുണ്ട്. കെട്ടിവെച്ച പൈസ എല്ലായിടത്തും പോയി. ഒരു ഇന്ത്യ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് കോൺഗ്രസ്, ഗ്രാൻഡ് ഓൾഡ് പാർട്ടി എന്നല്ലേ അറിയപ്പെടുന്നത്. അവർ കെട്ടിവെച്ച പൈസ എല്ലായിടത്തും പോയി, അവർക്ക് ഒന്നും കിട്ടിയില്ല. എന്നിട്ട് അവർ പിന്നെ അവർ DMK ഹെൽപ്പ് ചെയ്തു. എന്താ പറയുക, ദേശീയ പദവിയൊക്കെ, ദേശീയ ജനാധിപത്യ ദേശീയ മുന്നണിയിലൊക്കെ അവർ വന്നു. അതെന്തെങ്കിലും ആട്ടെ. പക്ഷെ അവർ ഇത്തവണ വിജയനെ സപ്പോർട്ട് ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ അവർ DMK-യോട് ഒരു അക്ഷരം പറയണ്ടേ, ഒരു അക്ഷരം പോലും മിണ്ടിയില്ല. ഒരു മാണിക്യം താക്കൂർ എന്ന് പറഞ്ഞ ഒരുത്തനുണ്ട്, ഇവാഞ്ചലൈസ്ഡ് ആണ് ആൾ. അയാൾ പറഞ്ഞു, ഞങ്ങളെന്തിനാ അവരോട് പറയണേ, ഇതൊക്കെ അതിൻ്റെയൊക്കെ ഭാഗമാണ്. ഞങ്ങൾ കോൺഗ്രസിൻ്റെ കൂടെ ആയിരുന്നു, DMK-യുടെ കൂടെ ആയിരുന്നു, ഇപ്പോൾ വിജയുടെ കൂടെയാണ്. അത്ര തന്നെ ആ വ്യത്യാസമുള്ളൂ, വേറെ ഒന്നുമില്ല. വിജയാണ് നല്ല പാർട്ടിക്കാരെന്നൊക്കെ പറഞ്ഞു. അതേസമയം ഈ തിരുമാവളവൻ VCK, പിന്നെ മുസ്ലിം ലീഗ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റും, അവരൊക്കെ പോയി സ്റ്റാലിൻ്റെ അടുത്ത് പോയി അനുമതി ചോദിച്ചു. ഞങ്ങൾ പോയി വിജയന് സപ്പോർട്ട് കൊടുത്തോട്ടെ, ഞങ്ങൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി, ഞങ്ങൾ തിരിച്ചു വരാം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒന്നും കിട്ടില്ല. നിങ്ങളിപ്പോൾ പ്രതിപക്ഷത്തായല്ലോ, ഭരിച്ചിരുന്നപ്പോൾ നിങ്ങളൊന്നും തന്നില്ല ഞങ്ങൾക്ക്, ഞങ്ങളെങ്ങനെയെങ്കിലും എന്തെങ്കിലും 4 കാശുണ്ടാക്കാൻ സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റാലിൻ പറഞ്ഞു, ഒരു കുഴപ്പമില്ല, നിങ്ങൾ പൊക്കോളൂ, ആവശ്യമുള്ളപ്പോൾ ഞാൻ വിളിക്കാം, നമ്മളെന്തും ഫ്രണ്ട്സ് കണ്ടുള്ളൂ. അതിൽ യാതൊരു സംശയമില്ല, ഞങ്ങൾ നിങ്ങളുടെ വീട്ടുകാരെ പോലെ തന്നെയാണ്, വലിയ ഫ്രണ്ട്സാണ്. നിങ്ങളൊരു അദ്ദേഹം ഇങ്ങനെ വിരലിൽ ഞൊടിച്ചാൽ CPM-ഉം CPI-യും മുസ്ലിം ലീഗും ഞങ്ങൾ ഓടി വരും ഇവിടേക്ക്, ആ കാര്യത്തിൽ വിഷമിക്കുകയേ വേണ്ടെന്ന് പറഞ്ഞു. ഇത് ഞാൻ പറഞ്ഞുണ്ടാക്കണില്ല, സ്റ്റാലിൻ പറഞ്ഞതാണിത്, എല്ലാ പത്രങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടത്. സ്റ്റാലിൻ പറയുന്നത് ആ പാർട്ടികൾക്കുള്ള മര്യാദ പോലും ഈ കോൺഗ്രസ്സുകാർക്കില്ല. പിന്നെ കോൺഗ്രസിൻ്റെ പഴയ ചരിത്രം എടുത്ത് നോക്കിയാൽ ആരൊക്കെ കോൺഗ്രസിനെ ഡിപ്പെൻഡ് ചെയ്ത് ഗവൺമെൻറ് ഫോം ചെയ്തിട്ടുണ്ടോ കേന്ദ്രത്തിൽ, അവരെയൊക്കെ കോൺഗ്രസ് കാലുവാരി താഴെയിട്ട് പിറ്റേ ദിവസം. എത്ര പേരുടെ ഉദാഹരണം, ചരൺ സിംഗ് 1979, പിന്നെ 1986 അല്ലേ നമ്മുടെ എന്താ പറയുന്നത്, 91 നരസിംഹറാവു കഴിഞ്ഞിട്ട് ആരാ വന്ന്, പാവം ദേവഗൗഡ. അത് കഴിഞ്ഞ് പിന്നെ ഇന്ദ്രകുമാർ ഗുജറാൾ.
ഇവരെയൊക്കെ ഇവർ തട്ടി താഴ്ത്തിയിട്ടില്ലേ. 2 മാസം 3 മാസം ഒരു കഷ്ടി ഒരു 10 മാസം കണ്ടിട്ട് ഇയാൾ ഭരിച്ചുള്ളൂ, ദേവഗൗഡ ഭരിച്ചുള്ളൂ. സർ, ഞാൻ അതിൻ്റെ ഇടയിൽ വേറൊരു സംശയം ചോദിച്ചോട്ടെ. ഇപ്പോൾ രാഹുൽ ഗാന്ധി അവിടെ സന്നിഹിതനായിരുന്നുവല്ലോ. അതെ. അപ്പോൾ അദ്ദേഹം സന്നിഹിതനാകേണ്ട ഒരു സാഹചര്യമാണ്. അത് 5 പേരുടെ പിന്തുണയാണ്, 5 പേരാണ് പിന്തുണയ്ക്കുന്നത് അവിടെ നിന്ന്. അപ്പോൾ ആ ചടങ്ങിലേക്ക് വന്ന് അങ്ങനെ, അതായത് ചെന്ന് കയറിയിട്ട് അപമാനം വാങ്ങേണ്ടിയിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന് പറഞ്ഞില്ലേ. ഇയാളെ പണ്ട് എന്താ രാഷ്ട്രപതിയുടെ സത്യപ്രതിജ്ഞ ചടങ്ങിനൊന്നും ഇയാൾ വന്നിരുന്നില്ലല്ലോ. വന്നിരുന്നോ? ഇല്ലല്ലോ. അയാളെ പ്രത്യേകം വിളിച്ചതല്ലേ, അയാൾ വന്നില്ലല്ലോ. അപ്പോൾ ഇത് പ്രത്യേകം ഒന്നുമില്ല. ഇവിടെ വന്ന 4 കാശ് കിട്ടും, എന്തെങ്കിലും വട്ടച്ചിലവിനുള്ള പൈസ ഒപ്പിക്കാമെന്ന് വിചാരിച്ച് ചെന്നായിരിക്കും അവിടെ എന്തെങ്കിലും കാര്യം കാണാൻ വേണ്ടിയിട്ട്. ഒന്നാമത്തെ ഈ കോൺഗ്രസ് TVKക്ക് സപ്പോർട്ട് ചെയ്തത് തെറ്റായ നടപടിയാണ്, രാഷ്ട്രീയ അധപ്പതനത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷണമാണെന്ന് അവരുടെ തന്നെ ഏറ്റവും വലിയ നേതാവ് ഒരാളുണ്ട്, മണിശങ്കർ അയ്യർ. ഇപ്പോൾ ഈ വേണുഗോപാൽ രാഹുൽ ഗാന്ധിനെ കൊണ്ട് നടക്കണില്ലേ, അതേപോലെ രാഹുൽ ഗാന്ധിനെ കൊണ്ടു നടന്നിരുന്ന ആളാണ് മണിശങ്കർ അയ്യർ, ഉപദേഷ്ടാവായിട്ട്. ഇപ്പോൾ അയാൾക്ക് പ്രായം കഴിഞ്ഞപ്പോൾ അയാളൊരു മൂലയ്ക്ക് അടിച്ചിരുത്തി. അപ്പോൾ അയാൾ പറയാം അവരോട് അങ്ങനെ ഒരിക്കലും ചെയ്യരുതായിരുന്നു, DMKയോട്. എന്താ അവരവിടെ എങ്ങനെയെങ്കിലും അയാൾ ഗവൺമെൻറ് ഫോം ചെയ്യട്ടെ. നിങ്ങൾ DMKയുടെ കൂടെ മത്സരിച്ചു, DMKയുടെ സപ്പോർട്ടോടുകൂടി നിങ്ങൾ 5 MLA കിട്ടി, നിങ്ങൾ അവരോട് നന്ദി കാണിക്കണമായിരുന്നു എന്നാണ് മണിശങ്കർ അയ്യർ പറഞ്ഞത്. അതൊന്നും കൂട്ടാക്കാണ്ടാണ് ഇവർ ഇങ്ങനെ കാണിച്ചിരിക്കുന്നത്. അതിന്റെ ഇടയിൽ വന്ദേമാതരം ചൊല്ലിപ്പിച്ചു. വന്ദേമാതരം ചൊല്ലിപ്പിച്ചു. അത് മുഴുവൻ പാടേണ്ടി വന്നു. ജനഗണമനയും ചൊല്ലേണ്ടി അതും ചൊല്ലണ്ട. ഗവർണർ പങ്കെടുക്കുന്ന ഫംഗ്ഷൻ അല്ലേ, ജനഗണമനയും ചൊല്ലണം, വന്ദേമാതരവും ചൊല്ലണം. രാഹുൽ ഗാന്ധിക്ക് എന്തെങ്കിലും പറ്റുമോ? അതിപ്പോ എങ്ങനെയാ നിന്നിപ്പോ വീടെത്തി കഴിഞ്ഞാലേ അറിയുള്ളൂ. അവനിപ്പോൾ അവരാരും മറ്റേവർ സുഖമല്ലല്ലോ, കിടപ്പല്ലേ, അവർക്കിതറിയില്ല. അവർ ലൈവ് ടെലികാസ്റ്റ് കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഈ സോണിയാഗാന്ധി, അന്റോണിയോ മെയ്നോ, അവരത് കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. രാഹുൽ ഗാന്ധി ഒരുപാട് അപമാനിക്കുകയൊക്കെ ചെയ്തതാണ് നമ്മുടെ ദേശീയ ഗാനത്തെ. അതെ, അതാണ് ഇപ്പോൾ പാടേണ്ടി വന്നിട്ടുള്ളത്. അത് അദ്ദേഹത്തിന് അറിയാമായിരുന്നു എന്നുള്ള തിരിച്ചുള്ള ചോദ്യം സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് മാറിയിട്ടുണ്ട്. അതായത് നമ്മുടെ ഇന്ത്യയുടെ ദേശീയ ഗാനം അദ്ദേഹത്തിന് അറിയാമായിരുന്നുവോ എന്നുള്ളതാണ്. ദേശീയ ഗാനം, അതിനെക്കുറിച്ച് മറക്കേണ്ട പ്രജിത. അയാളുടെ ഉപ്പാപ്പൻ നെഹ്റു കുറേ പുസ്തകം എഴുതിയിട്ടുണ്ട്, ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി, ഡിസ്കവറി ഓഫ് ഇന്ത്യ. ഈ 2-3 പുസ്തകം മേടിച്ച് ആരോടെങ്കിലും വായിച്ചു കഴിഞ്ഞിട്ട് അതിൻ്റെ രത്നച്ചുരുക്കം എന്താണെന്ന് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അയാൾ മുന്നോട്ട് വരേണ്ടതായിരുന്നു. അയാൾ ഒരു പുസ്തകം വായിച്ചിട്ടുള്ള അയാൾ പുസ്തകം വായിക്കുന്ന കപ്പാസിറ്റി എനിക്ക് തോന്നുന്നില്ല അയാൾ പുസ്തകം വായിക്കാൻ കേപ്പബിലിറ്റി ഉണ്ടെന്ന്. ഞാൻ കാണുന്ന സമയത്തൊക്കെ ഇയാൾ 2 പാൻറ്റിൻ്റെ കയ്യിലും പോക്കറ്റ് ഇട്ടുകൊണ്ട് ഇങ്ങനെ തേരാപ്പാര ചൊറിഞ്ഞുകൊണ്ട് നടക്കണല്ലാണ്ട് വേറെ ഒന്നും അയാൾ പഠിക്കണതായിട്ടൊന്നും കണ്ടിട്ടില്ല. പിന്നെ നരവാണിയുടെ പുസ്തകം, ആ പുസ്തകത്തിനകത്ത് കടലാസ് ഉണ്ടോ എന്താന്ന് പറഞ്ഞില്ല, അത് പാർലമെൻറ്റിൽ പൊക്കി പിടിച്ചു. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പൊക്കി പിടിച്ചു, അതിനകത്ത് പ്രിന്റഡ് ബുക്ക് ആയിരുന്നില്ല അത്. അതായത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പോക്കറ്റിലാക്കിയ മഹാൻ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഒരു പദവി അദ്ദേഹത്തിനാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ അത്രേ ഉള്ളൂ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളതാണ് അദ്ദേഹം കാണിച്ചു തന്നത്. അദ്ദേഹം ആയിക്കൂടി അദ്ദേഹത്തിൻ്റെ ദേഷ്യമൊക്കെ കാണിച്ചത് കേരളത്തിൽ നിന്നുള്ള 3 കോൺഗ്രസ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളുടെ മുമ്പിലാണ്. അതിലെ വേണുഗോപാലൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ഒന്ന് വരട്ടിയരട്ടോ സതീഷിനെ രമേശിനെയും, അപ്പോൾ പിന്നെ അവർ മിണ്ടൂലാന്ന്. അപ്പോൾ ഇയാൾ അവിടെ പോയി അവരെന്തോടൊക്കെ പറഞ്ഞു, അവിടെ ഒന്നും ബഹളമൊന്നും നടത്തരുത്, ഫ്ലക്സിൻ്റെ ബോർഡ് ഒന്നും വയ്ക്കരുത്, അതൊന്നും വയ്ക്കാൻ പാടില്ല, ഞാൻ ആക്ഷൻ എടുക്കത്തോളയും, എന്താണ് മൂക്കിൽ കയറ്റി കളയും, മിണ്ടായിരുന്നു അടങ്ങി ഒതുങ്ങിയിരുന്നോളാം, സമയമാകുമ്പോൾ ഞങ്ങൾ പറയും ആരാ മുഖ്യമന്ത്രി എന്ന്. ശരിയെന്നും പറഞ്ഞ് മറ്റേ 3 പേര് എഴുന്നേറ്റ് പോന്നു. എന്നിട്ട് ഇയാൾ വേണുഗോപാൽ നോക്കി കണ്ണിറുക്കി കാണിച്ചിട്ടുണ്ടാകും മതിയായില്ലെന്ന്. അയാളും പറഞ്ഞു, അയാൾ 2 കണ്ണിറുക്കി കാണിച്ചിട്ടുണ്ടാവും. ദാറ്റ് വാസ് വാട്ട് ഹാപ്പൻഡ്, യു നോ. ഇയാളെ കൊണ്ട് യാതൊരു പ്രയോജനമില്ല. അയാൾ എന്താ പറയുക, അയാൾക്ക് ആയിക്കൂടിയുള്ള 1-2 താല്പര്യമുള്ള കാര്യങ്ങളിൽ അത് അയാൾ ചെയ്യുന്നുണ്ട് വ്യക്തമായിട്ടും. പോക്ക് കേസാണ്,